എന്താണ് ഒരു മര്യാദയ്ക്ക് വേണ്ടി എനിക്ക് പ്രൊഡക്ഷൻ കമ്പനികളോട് ചോദിക്കാനുള്ളത്. അതായത് ഒരു ദിവസം 3 ട്രെയിലറിലേക്ക് വീഡിയോ ഇങ്ങനെ സെപ്പറേറ്റ് ഇറക്കാൻ പറ്റുക, അതും എന്നെ പോലെ ഇത്രയും മടിയുള്ള ഒരുത്തരെ കൊണ്ട് ഒരിക്കലും പറ്റുന്നില്ല. അപ്പൊ എന്തായാലും 3 ട്രെയിലേഴ്സ് ഇന്ന് വന്ന വന്നിരിക്കുന്ന സിനിമകൾ, 3 സിനിമകളുടെ 3 ട്രെയിലേഴ്സിനെ കുറിച്ച് പറയാം. ഇനി ഏതെങ്കിലും മിസ് ഔട്ട് ആയെങ്കിൽ അതിന്റെ വീഡിയോ അടുത്തന്നെ വരുന്നതായിരിക്കും. ഏതായാലും ഞാൻ ഇന്ന് കണ്ടത്, ഞാൻ രാവിലെ കോളേജിലിരിക്കുമ്പോഴാണ് ഇതിന്റെ എല്ലാം ട്രെയിലേഴ്സ് കണ്ടത്. ട്രെയിലറിന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടായി. അപ്പോൾ ഒരെണ്ണം ഞാൻ അവിടെ വെച്ച് തന്നെ കണ്ടു. അത് രാമായണത്തിന്റെ ട്രെയിലർ. ഫസ്റ്റ് വന്നത് നമ്മുടെ നമിത് മൽഹോത്രയുടെ രാമായണത്തിനെ ബേസ് ചെയ്തിട്ട് നിതേഷ് തിവാരി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് നമ്മുടെ രാമായണ ദ എപ്പിക് എന്നാണ് പടത്തിന്റെ പേര്. സിനിമയ്ക്കകത്ത് നമ്മുടെ രൺബീർ കപൂർ ഉണ്ട്, നമ്മുടെ യശ് ഉണ്ട്. രൺബീർ കപൂർ രാമനായിട്ട്, യശ് രാവണനായിട്ടും ഗംഭീര കാസ്റ്റിംഗ്. അൺഫോർച്ചുനേറ്റ്ലി 3 years ബിഫോർ ഐ പ്രീ ബുക്ക്ഡ് മൈ പെയിൻ ഫോർ ആദ്യ പുരുഷ്. സോ എനിക്കിപ്പോ എന്ത് കണ്ടാലും ആദ്യ പുരുഷനേക്കാളും മികച്ചതായിട്ട് തോന്നുന്നത്. എസ്പെഷ്യലി ഇത് കിടിലം VFX കാര്യങ്ങളൊക്കെ കുറേ കൂടി ആദ്യ പുരുഷ് തിയേറ്ററിൽ കാണണമെങ്കിൽ എന്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യ പുരുഷൊക്കെ ഇപ്പൊ റീബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പലരും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനായിട്ട്, അതിന്റെ അർത്ഥം നിങ്ങൾ ആദ്യ പുരുഷ് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെടുന്നു പേഴ്സണലി. ഇനി ആദ്യം കുറിച്ച് കാണാതെ ഒന്ന് നോക്കുകയാണെങ്കിൽ ട്രെയിലർ രാമായണം എന്ന് പറയുന്ന ഒരു മിത്തോളജി, ഒരു എപ്പിക്കിനോട് അത്യാവശ്യം നീതി പുലർത്തിയെന്ന് തന്നെയാണ് എനിക്കും ട്രെയിലർ കാണുമ്പോൾ തോന്നിയത്. പിന്നെ യശ് എസ് രാവണ, ഇതിന്റെ മലയാളം ഡബും കണ്ട്, അതുപോലെ തന്നെ ഹിന്ദി ഡബും കണ്ട്. മലയാളം ഡബ് അത്യാവശ്യം കൊള്ളാം. ഹിന്ദി എനിക്ക് അത്ര വലിയ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും മലയാളം ഡബ് വരെയാണെങ്കിൽ മലയാളം ഡബിനെ പോകത്തുള്ളൂ. പക്ഷെ ഹിന്ദി തന്നെ എനിക്ക് കാണാം. രൺബീർ കപൂറിന്റെ സൗണ്ട് ഹിന്ദി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. മലയാളത്തിൽ രൺബീർ കപൂറിന്റെ സൗണ്ട് ഡബ് ചെയ്ത അത്ര സൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. രൺബീറിന്റെ നല്ല ബേസ് ഉള്ള എന്നാണ് പറഞ്ഞ ആ ഒരു സാധനം എത്തി. ഞാൻ പറഞ്ഞു അമിതാഭ് ബച്ചനായി. ഇപ്പൊ എന്തായാലും ആ ഒരു സാധനം ഉണ്ട്, അതും മനസ്സിലായി തോന്നുന്നു രൺബീറിന്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇതിന്റെ ഒരു സെറ്റ് പീസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഡീനൊക്കെയാണ് VFX ചെയ്യുന്നത്. അപ്പൊ ഡീനൊക്കെ ക്വാളിറ്റിയുടെ കാര്യം അത്യാവശ്യം പറയാനുണ്ട്. ഒരു മിത്തോളജി സാധനങ്ങളൊക്കെ കോപ്പി ചെയ്ത്. പിന്നെ പല സീരിയൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പഴയ കാലത്തെ ഭാഷയും കാര്യങ്ങളൊക്കെയാണ്. അത് ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഡ്രാമാറ്റിക് ആയിട്ട് സീരിയലായിട്ടൊക്കെ തോന്നും. ഇനിയിപ്പോ സീരിയലായിട്ട് തോന്നിയത് ഇവിടെ രാമായണത്തിന്റെ സീരിയലൊക്കെ അത്യാവശ്യം എന്താണ് ഒരു സാധനമുണ്ട്. ഇവൻ ഞാനൊരു ഏത്യസ്റ്റ് ആണെങ്കിൽ കൂടി എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇതിൽ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സായി പല്ലവി ആസ് സീത വാസ് ഓൾസോ ലുക്കിംഗ് ഗുഡ്. എനിക്കങ്ങനെ പ്രശ്നങ്ങളായിട്ട് തോന്നിയില്ല. പിന്നെ ആദ്യ പുരുഷനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവസാനം കണ്ട ഒരു രാമായണ പടം അതായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സംഭവം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഹാൻസ് സിമ്മർ AR റഹ്മാനാണ് പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതും കലക്കിയിട്ടുണ്ട്. മറ്റേ മോഹൻലാൽ പണ്ടത് കലക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്കും AR റഹ്മാന്റെ സ്കോറൊക്കെ അത്യാവശ്യം നല്ല രണ്ടുപേരും ഉണ്ട് ചെയ്തിരിക്കുന്നത്. ആരാണ് മ്യൂസിക് ചെയ്തേക്കണേ? ഏതെങ്കിലും ആളെ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും തല്ലായിരിക്കും. ഞാനിത് ഇത് പറയുന്ന ഒരു സാധനമായിരിക്കും. രണ്ടുപേരും ലെജൻസും ഗോഡ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ ആരാണ് ചെയ്തെങ്കിലും അത് ഗംഭീരമായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി IMAX സർട്ടിഫൈഡ് ഫിലിം ഫോർ IMAX മൂവി ആയതുകൊണ്ടാണ് IMAX ക്യാമറ ആ ഒരു ക്വാളിറ്റി, സർട്ടിഫൈഡ് IMAX സർട്ടിഫൈഡ് ക്യാമറസിൽ എടുത്തുകൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. സംഭവം നൈസായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി, ക്യാമറ വർക്ക്, എഡിറ്റിംഗ്. പിന്നെ 4 മിനിറ്റ് ട്രെയിലർ ഉണ്ട്. പക്ഷെ 4 മിനിറ്റിൽ എവിടെയും നമുക്ക് മറ്റേ ഹനുമാൻജീനെ കാണിക്കുന്നില്ല. ഞാൻ എന്നിട്ട് വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പോൾ സണ്ണി ഡിയോളാണ് ഹനുമാനായിട്ട് അഭിനയിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മേക്ക് ഓവർ. ബോറാവില്ലെന്ന്. കാരണം ഹനുമാൻ വളരെ അങ്ങനത്തെ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ഏതെങ്കിലും വെറുതെ ഒരു നടൻ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ കുംഭകർണനെ കാണിച്ചിട്ടുണ്ട്. ആദ്യ പുരുഷന് കുംഭകർണൻ കിടന്ന് ഉറങ്ങുകയാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുംഭകർണനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആദ്യ പുരുഷന് മറ്റേ ജഡായുടെ മൂട്ടക്കാക്കായിട്ട് തോന്നിയെങ്കിൽ ഇതിൻ്റെ അകത്ത് പക്ക ജഡായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അതാണ് രാമായണത്തിന്റെ ട്രെയിലറൊക്കെ തോന്നി. 4 മിനിറ്റ് ട്രെയിലർ അത്യാവശ്യം ലെങ്തി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ വിഷ്വലൊക്കെ കണ്ടിരിക്കാൻ രസമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം മറ്റേത് വെച്ച് നോക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഏതായാലും രാമായണത്തിന് ട്രെയിലർ, അതാണ് രാമായണ ട്രെയിലർ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ എക്സ്പെക്ട് ചെയ്ത് അതിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ സീരിയൽ പോലെ ഇരുന്നെന്ന് പറയുന്നത്. പക്ഷെ ചില സമയത്തുള്ള കോസ്റ്റ്യൂംസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു രാമന്റെ അമ്മ ക്യാരക്ടർ ഉണ്ടല്ലോ മറ്റേ പണ്ടത്തുള്ള, മറന്നുപോയി, വനവാസത്തിന് പോണതിനുള്ള ഒരു സീനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ഒട്ടുമിക്ക സാധനങ്ങൾ ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇനി സിനിമ ഫുൾ ട്രെയിലറിനകത്ത് കാണിച്ചില്ല. എനിക്ക് അതൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. രാമായണത്തിന് എന്ത് കാണാനുള്ളത്? നിങ്ങൾക്ക് അൺപ്രഡിക്റ്റബിൾ ട്വിസ്റ്റ് വല്ലതും വേണോ രാമായണത്തിന്? അപ്പൊ അതാണ് രാമായണത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഞാനുള്ളത് DC ആണ്.
നമ്മുടെ ലോകേഷ് കനകരാജ് അഭിനയിച്ച് വാമിക കബി, അരുൺ മതീഷൻ ഫ്രം ദ ഡയറക്ടർ ഓഫ് ക്യാപ്റ്റൻ മില്ലറിന് അവാർഡ് കിട്ടിയതാണ് ധനുഷ് ഫോർ ദ ബെസ്റ്റ് ഫിലിം ഓർ സംതിങ്, എനിക്കറിയത്തില്ല മാപ്പേ. പിന്നെ സാനിക് ആയുധം. എനിക്ക് എവിടെയൊക്കെയോ ഇതിനകത്ത് വാമിക ഗബിയുടെ കോസ്റ്റ്യൂംസ് സാരി കണ്ടപ്പോൾ സാനിക് ആയുധത്തിൽ കീഴത്ത് ഫിനിഷിലൊക്കെ ഓർമ്മ വന്നു. പിന്നെ ലോകേഷ് ഒരു നല്ലൊരു ഡയറക്ടറിന് എപ്പോഴും നല്ല ആക്ടറാൻ പറ്റുന്ന തെളിയിച്ചൊരു സിനിമയാണ്, അല്ലെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആരൊക്കെയാ? ഇതിനകത്ത് ഒരു അരുൺ മതീഷൻ സാധനം റിലീസ് ട്രെയിലറാണ് ഇന്ന് കണ്ടത്. റിലീസ് ട്രെയിലർ നന്നായിട്ടുണ്ട്. മുമ്പത്തെ ട്രെയിലർ വെച്ച് കുറെ കൂടെ ആക്ഷൻ ബ്ലോക്കാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. സിനിമയ്ക്കകത്തുള്ള ആക്ഷൻ ബ്ലോക്കുകളാണ് ഈ ട്രെയിലറിനകത്ത് കാണിക്കുന്നത്. സംഭവം എന്തായാലും നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. DC-യുടെ ട്രെയിലറും അത്യാവശ്യം ഇംപ്രസീവ് ആണ്. റിലീസ് ട്രെയിലർ പുതിയൊരു മ്യൂസിക്, മറ്റേ പതന്യസന്നെ രാഘവ് ഫർവേദിന് ശേഷം ഇതിനകത്ത് പുതിയൊരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക്, നല്ലൊരു തീം തന്നെയാണ്. മറ്റേതും ഇതും കൊള്ളാം. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു കുറച്ച് ഓവർ സ്ട്രെച്ചായി പോവാന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരു ലവ് സ്റ്റോറി കംപ്ലീറ്റ് ഒരു ദേവദാസ് എന്ന ക്യാരക്ടറിന്റെ പേര് എനിക്ക് കുറച്ച് അങ്ങനെ സിനിമ കാണുമ്പോൾ അങ്ങനെ എഴുതുന്നത്. പക്ഷെ എനിക്ക് എവിടെയൊക്കെ ഒരു അരുൺമതീയുടെ സംഭവം എന്തായാലും ഉണ്ട് പടത്തിൻ്റെ. അരുൺമതീ സിനിമകൾ കണ്ടവർക്ക് ഭയങ്കര റോ ആയിരിക്കും, ഭയങ്കര റസ്റ്റിക് ആയിരിക്കും. പിന്നെ എന്തൊക്കെ വാക്ക് നമുക്ക് റോ എന്ന വാക്ക് എന്തൊക്കെ പറയാം, അതൊക്കെ അരുൺമതീയുടെ സിനിമകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് DC-യുടെ റിലീസ് ട്രെയിലർ. പിന്നെ ഞാൻ കണ്ടത് ഇപ്പോൾ കുറച്ച് മുമ്പ് ഐ ആം ഗെയിം എന്ന സിനിമ, നമ്മുടെ ദുൽഖറിന്റെ ഹോം കമ്മിങ് എന്നൊക്കെ പറയുന്ന സിനിമ. ഹോം കമ്മിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ബ്രാൻഡ് ന്യൂ ഡേ മറ്റന്നാളത്തേക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും അതിന്റെ റിവ്യൂ കുറച്ച് വൈകിയാലും ഞാൻ വന്ന് പറയുന്നതായിരിക്കും. ഇവിടെ കാണാൻ താല്പര്യമുള്ളത് കാണാൻ, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോയാൽ. കാരണം അങ്ങനെയാണ് എൻ്റെ വീഡിയോ ഒന്നും പൊതുവെ അങ്ങനെ ആരും കാണാറില്ല. അതൊരു സത്യം തന്നെയാണ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്ത സത്യം തന്നെയാണ്. കാരണം മൂവി റിവ്യൂസ് ഒന്നും എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഇപ്പോൾ സിനിമ റിവ്യൂ കണ്ടിട്ട് ഇപ്പോൾ ചിലവർക്ക് സിനിമ റിവ്യൂ കാണുമ്പോൾ അവർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. അതായത് എന്താണ് ലൈക്ക് സിനിമ റിവ്യൂ ഒക്കെ കാണണോ, പടം കണ്ടാൽ പോലെ ആ ഒരു ഫീൽ. അതായത് റിവ്യൂ കാണുമ്പോൾ എപ്പോഴും പലർക്കും പിന്നെ താല്പര്യം. അത് എനിക്കെന്നെ അറിയാവുന്ന ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വണ്ടി അത് ഗ്രോ മാറുന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാനും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആംഗിയൻ്റെ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം വിഷ്വലി എല്ലാം പാക്ഡാണ്, പക്ഷേ കുറച്ചൊക്കെ വുൾഫ് ഓഫ് സ്ട്രീറ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ വേറെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്, അതായത് കുറെ റെഫറൻസ് എടുത്ത് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ആ പടങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. കുറച്ച് വുൾഫ് ഓഫ് സ്ട്രീറ്റ് ഒക്കെ ഓർമ്മ വന്നു. പക്ഷേ ഈ ട്രെയിലറിൽ എവിടെ എവിടെ നമ്മുടെ ആന്റണി പെപ്പേനെ എവിടെയും കാണിച്ചില്ല. മേ ബി പുള്ളിയുടെ ക്യാരക്ടർ അത്യാവശ്യം ഒരു എന്താ റിവീൽ ചെയ്യാൻ പറ്റാത്ത രീതി എന്തെങ്കിലും ക്യാരക്ടറാണെന്ന് അറിയില്ല. പടം വരുമ്പോൾ നമുക്ക് മാറ്റി മനസ്സിലാവത്തുള്ളൂ. ഏതായാലും ട്രെയിലറുള്ള എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ട്രെയിലർ അത്യാവശ്യം നൈസാണ്, ഒരു വിഷ്വലി കണ്ടിങ്ങനെ ഇരിക്കാൻ. ഞാൻ പുതിയ ട്രെയിലേഴ്സ് കാണുമ്പോൾ അങ്ങനെ വലിയ സാധനം പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ. പക്ഷേ എനിക്ക് ദുൽഖറിന്റെ ആക്ടിങ് കാണുമ്പോൾ അത്യാവശ്യം ഡയലോഗ് കാണുമ്പോൾ ഭയങ്കര ഇത്തിരി ആർട്ടിഫിഷ്യലായിട്ട് തോന്നി ട്രെയിലറിൽ കണ്ടപ്പോൾ. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, അങ്ങനെയായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലെ ഒപ്പീനിയൻ മറ്റേ വലിയ സംഭവം എന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ട്രെയിലർ ഇവിടെയൊക്കെ ദുൽഖറിന്റെ ഒരു സാധനം കണ്ടപ്പോൾ, ദുൽഖറിന്റെ ഒരു ആക്ടിങ് കണ്ടപ്പോൾ ഇത്തിരി ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് ഡയലോഗ് ഡാൻ ജോൺ എന്ന ക്യാരക്ടർ ചമച്ചാക്കൂടെ എഡിറ്റിങ് പറയേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് കട്ട്സിൽ പുള്ളി കഴിഞ്ഞിട്ട് വേറൊരു എഡിറ്ററുള്ളൂ എന്നാണ് ഇപ്പൊ കറണ്ട് എനിക്ക് പറയാൻ സാധിക്കുക. പുള്ളിയുടെ എഡിറ്റിങ് പുള്ളി തന്നെയാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ട്രെയിലർ കട്ട്. പിന്നെ ജെയ്ക്സ് വിജയുടെ മ്യൂസിക് ഒക്കെ നൈസായിട്ടുണ്ട്. അപ്പൊ അതാണ് ഐ ആം ഗെയിം. എനിക്ക് അത്രേ തോന്നിയുള്ളൂ, വലിയ ഹൈപ്പ് ഇതൊക്കെ സംഭവമായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് വാച്ചിൽ എനിക്ക് അങ്ങനെ തോന്നി, സെക്കൻഡ് വാച്ചിൽ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടില്ല. ഞാൻ ട്രെയിലറൊക്കെ ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട് രണ്ടാമത്തെ കാണാറുണ്ട്. സെക്കൻഡ് വാച്ചിൽ കുറെ കൂടി ഇതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. കുറെ പ്രശ്നങ്ങളുണ്ട് സംഭവം. വെയിറ്റ് ഫോർ ദ മൂവി. ഇപ്പൊ ചില പടങ്ങൾ ട്രെയിലറിന്റെ അടിപൊളിയായിരിക്കും, പടം മോശമായിരിക്കും. ട്രെയിലർ സൂപ്പർ ആയിരിക്കും, പടം മോശമായിരിക്കും. നേരെ വൈസ് വേഴ്സയും സംഭവിക്കാറുണ്ട് ചില പടങ്ങൾക്ക്. അപ്പോൾ ഇതിനങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടത്. മോശമെന്നല്ല പറഞ്ഞു, പക്ഷെ വലിയൊരു ഹൈ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. സോ ദാറ്റ്സ് അബൌട്ട് ഇന്നിറങ്ങിയ 3 ട്രെയിലേഴ്സ്. അപ്പോൾ എല്ലാത്തിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇടാൻ ഒരു ഇതുള്ളതുകൊണ്ടാണ്, പ്രശ്നമുള്ള ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രാമായണത്തിൻ്റെ ട്രെയിലർ, ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ, അതുപോലെ DC ട്രെയിലർ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ ഏതാ ട്രെയിലർ കണ്ടത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ ബൈ.